നീ ഏത് പ്രസിഡന്റ് ആണെങ്കിലും എനിക്കൊന്നും ഇല്ലടി എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് വളരെ മോശമായിട്ട് അത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ആ ഒരു രീതിയിൽ ഒരു സ്ത്രീ എന്ന പരിഗണന അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊരു പരിഗണന പോലും തരാതെ നമ്മളെ ആക്ഷേപിച്ചു. അടിപിടി കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട CIയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പൊതുപ്രവർത്തകയെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി. കേരള വനിതാ കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സൂസമ്മ ബേബിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് സൂസമ്മയുടെ പരാതി. സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സൂസമ്മ ബേബി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? നമ്മുടെ പ്രദേശത്തുള്ള 2 യുവാക്കൾ തമ്മിൽ അടിപിടി കേസുണ്ടായി. അപ്പം അതിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. ലജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ അടുത്ത് വരികയും അത് ഈ പോലീസുകാർ നിരന്തരം ഇവരുടെ വീട്ടിൽ ചെന്ന് അസഭ്യം പറയുകയും ലജുവിൻ്റെ 18 വയസ്സുള്ള മകനെ ഉൾപ്പെടെ ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ ബുധനാഴ്ച എന്നെ കാണാൻ ഇവിടെ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ സിയായിട്ട് സംസാരിച്ചു. അപ്പോൾ സിയ 2 ദിവസം ഇല്ലാത്തത് കൊണ്ട് ശനിയാഴ്ച സ്റ്റേഷനിലേക്ക് വന്ന് കേസ് തീർക്കാമെന്ന് സിയ എന്നോട് വാക്ക് പറഞ്ഞു. ഞാൻ അവിടെ ഇവരെയും കൊണ്ട് ചെന്നപ്പം അന്ന് ബിബിൻ വന്നിട്ടില്ല. 1 മണി വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച 10 മണിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സിയായിട്ട് സംസാരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ പ്രകാരം സ്റ്റേഷനിൽ ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ സിയ ഇല്ല. അപ്പം അവിടെ ഒരു തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആ സ്റ്റേഷൻ്റെ തിണ്ണയിലുണ്ട്. DYFI പ്രവർത്തകരും CPMൻ്റെ പ്രവർത്തകരും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഒരു 12:30 ആയപ്പോൾ ഈ ഒലിവർ എന്ന് പറയുന്ന പോലീസുകാരൻ കയറി വന്നു. അതിനു മുമ്പും ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പം സിയ ഉള്ളപ്പം മാത്രമേ ഞാൻ കൊണ്ടുവരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് 5000 രൂപ ആവശ്യപ്പെട്ടു ഈ ബിബിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ്. അടിപിടി ഉണ്ടാക്കിയ 2 പേരാണ് ഈ ബിബിനും ലജുവും. ബിബിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിയേറ്റ ആൾക്ക് കൊടുക്കാൻ വേണ്ടി 2 പേരും അടിയേറ്റു. 2 പേരെയും തല പൊട്ടി കുത്തിക്കെട്ടുണ്ട്. അതിൽ ബിബിന് 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇയാൾ ഇങ്ങോട്ട് കയറി വന്ന ഉടനെ നീ അവനോട് ലജു എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു അതേ സാറേ എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവനെ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മോനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുമ്പോൾ ഞാൻ അടിക്കുകയല്ല, അത് എന്ത് ചെയ്യാനാ സാറേ എന്ന് ചോദിച്ചു. അയാൾ പെട്ടെന്ന് അരയുന്ന ബെൽറ്റ് വലിച്ചൂരി ഒലിവർ എന്ന് പറഞ്ഞ പോലീസുകാരൻ ലജുവിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയപ്പം ഞാനത് തടഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ഒരു കക്ഷി എൻ്റെ മുന്നിട്ട് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സിയെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഇവിടെ സിയെ മാത്രമല്ല പോലീസ് ഞങ്ങളിവിടെ വേറെ ആണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു സാറേ മാന്യമായിട്ട് എന്നോട് സംസാരിക്കണം. 37 വർഷമായിട്ട് ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞാനാണ്. അപ്പോൾ എന്നോട് ആ രീതിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതാണ് സിയെ തന്നെയല്ല വേറെ ആണുങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ കക്ഷിയായ ലജുവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തെള്ളി ഒരു പോലീസുകാരൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അവർ കൊണ്ടുവന്ന് ലോക്കപ്പിലോട്ട് കൊണ്ടിരുത്തി. അപ്പം ഞാൻ ഉടനെ സിയെ വിളിച്ചു. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ സാറില്ലാതെ ഞാൻ കേസ് തീർക്കുന്നില്ല, ഇവിടുന്ന് മോശമായിട്ട് പെരുമാറുന്ന അവനെ അടിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ ലോക്കപ്പിൽ കയറി ഇരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ഇത്. നമ്മൾ കൊണ്ടുവന്ന ഒരാളെ നമ്മുടെ മുന്നിൽ ഉപദ്രവിക്കുന്ന ആദ്യത്തെ ഒരു അനുഭവം. ഞാനും കൂടെ ലോക്കപ്പിലോട്ട് കയറി ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സിയ ഉടനെ അവിടെ അൻസീമെന്ന് പറഞ്ഞ പോലീസുകാരനെ വിളിച്ചു. ആരാണ് അവനെ ലോക്കപ്പിൽ ഇരുത്തിയിരിക്കുന്നത് പുറത്തിറക്കാൻ പറഞ്ഞു. പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ എന്നെ എടിയെന്നും നീയെന്നും ഒക്കെ മോശമായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ തിരുവല്ല നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്, വനിതാ കോൺഗ്രസിൻ്റെ പൊരഞ്ഞ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടാണ്. പാർട്ടിയുടെ ഒരു പദവി എനിക്ക് തരണ്ട, ഒരു സ്ത്രീ എന്ന മാന്യത എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞത് നിന്നെ ആരാ അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നിറവില്ല, സൗന്ദര്യമില്ല, വലിയ ഗ്ലാമറൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തുള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ ഏത് പ്രസിഡൻ്റ് ആണെങ്കിലും എനിക്കൊന്നും ഇല്ലടി എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് വളരെ മോശമായിട്ട് അത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ആ ഒരു രീതിയിൽ ഒരു സ്ത്രീ എന്ന പരിഗണന അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊരു പരിഗണന പോലും തരാതെ നമ്മളെ ആക്ഷേപിച്ചു. ഒലിവർ വർഗീസ് അദ്ദേഹമാണ്. എൻ്റെ മകനാകാനൊരു പ്രായമേ ഉള്ളൂ. എൻ്റെ മോന് 36 വയസ്സുണ്ട്. ആ ഒരു പ്രായമേ ഉള്ളൂ. ആ ഒരു പരിഗണന പോലും ആ ഒരു മാന്യത പോലും തരാതാണ് എന്നോട് അയാൾ സംസാരിച്ചത്. ഞാൻ ഉടനെ തന്നെ എൻ്റെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു സംസാരിച്ചു. DGPക്ക് പരാതി കൊടുത്തു. അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം താങ്കളെ പിന്നീട് മറ്റാരെങ്കിലും ബന്ധപ്പെടുകയോ ഈ DGPക്ക് അടക്കം പരാതി പോയതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ മറ്റോ ചെയ്തു? സ്പെഷ്യൽ ബ്രാഞ്ച് SI ആണെന്ന് പറഞ്ഞ ഒരാൾ വൈകിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു പിന്നെ അവനൊന്ന് പേടിപ്പിക്കണമെന്നേ ഉള്ളായിരുന്നു.
അതുകൊണ്ട് ഞാൻ ഒലിവറിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ വീടൊക്കെ ചോദിച്ചു, ഇന്നൊരു സ്ഥലം താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഒലിവറിനെ കൊണ്ടുവന്ന് എന്നോട് ക്ഷമ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, എൻ്റെ മോനും സമ്മതിച്ചില്ല, അങ്ങനെ അത് വേണ്ട, ഇനി മേലിൽ ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. കാരണം ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചാണ് എന്നെ ആക്ഷേപിച്ചത്. ഒരു വിളിച്ചെന്നെ എങ്ങനെയാലും പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞു. ലജുവിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അടിക്കാൻ ശ്രമിച്ചെന്നൊക്കെയാണ് ഒലിവർ പറയുന്നത്. പക്ഷേ അത് എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ പ്രതിയല്ലല്ലോ. ഞാനൊരു ഒരു കക്ഷിയും കൊണ്ട് ചെന്ന ഒരു പൊതുപ്രവർത്തകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ 37 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോലീസുകാരൻ നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്നത്. DGPയുടെ സർക്കുലർ എല്ലാ സ്റ്റേഷനുകളിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊതുജനങ്ങളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറരുതെന്നുള്ള സർക്കുലറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ഒരു മര്യാദ നമുക്കില്ല. കാരണം നമ്മളൊരു പൊതുപ്രവർത്തക ചെല്ലുമ്പോൾ, ഞാൻ ഇന്നലെ DYSPയുടെ അടുത്ത് ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു കസേര ഇട്ടതെന്ന് ഇരിക്കാൻ പറഞ്ഞു. ഈ സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ വാദിയുടെയും പ്രതിയുടെയും കൂടെ നിന്ന് സംസാരിക്കണം. ഇരിക്കാൻ ഒരു സാമാന്യ മര്യാദയ്ക്ക് ഒന്ന് ഇരിക്കൂ എന്ന് പോലും പറയുന്ന ഒരു മര്യാദ ഈ പോലീസ് സ്റ്റേഷനിലില്ല. അത് പലരും പറയുന്നുണ്ട് ഇങ്ങനെ. എന്താണെങ്കിലും ഈ താങ്കളെ അപമാനിച്ചു അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു എന്ന ആ ഒരു വിഷയത്തിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ, തുടർ നടപടികൾ മുന്നോട്ട് തന്നെ പോകും. കേരള വനിതാ കോൺഗ്രസ് എമ്മിന്റെ തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റായ സൂസമ്മ ബേബിയാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു അടിപിടി കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് CIയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ കീഴ്വൈപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ എത്തിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒലിവർ എന്ന ഉദ്യോഗസ്ഥൻ തന്നെ അസഭ്യം പറയുകയും തന്നോട് മോശമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സൂസമ്മയുടെ പരാതി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.